ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഈ ചിരട്ട വെച്ചിട്ടാണ് നമുക്ക് ചിരട്ട കൊണ്ട് അടിപൊളി ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എന്താണ് ഈ സാൻഡ് പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതിമേക്കൊന്ന് ഉറച്ചു കൊടുക്കാം. ഇങ്ങനെ ഉറച്ചു കൊടുക്കാം. ചെറിയൊരു മഴയൊക്കെ പെയ്യാൻ പോകുന്നുണ്ട്, പെയ്യോ ഇല്ലെന്ന് അറിയില്ല. ഇന്ന് നമുക്ക് കാലത്ത് ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ, 2 ദിവസമായിട്ട് തെളിഞ്ഞാൽ നിൽക്കണേ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഉറച്ചെടുക്കാം ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ ചിരട്ട നമ്മൾ ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊന്നും നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാം അതിനകത്ത് മുകളിലുള്ള പൊടികളൊക്കെ ഒന്ന് പോയി നല്ല ക്ലീൻ സർഫേസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വേണം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ക്ലേ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചിരട്ടയുടെ ഉള്ളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള അടിപൊളി ഒരു ലുക്കാണ്ട് കിട്ടുക. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ക്ലേ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പൗഡർ എടുത്തിട്ട് പൗഡറിനകത്തേക്ക് ക്ലേ ഇട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ അധികം ക്ലേ ആവത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റോള് പോലെ ഒന്ന് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു റൗണ്ട് ഉണ്ടാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് പ്രസ് ചെയ്ത് ഇതുപോലെ ചെവിയുടെ ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കാം. ഞാനൊരു ഗണപതിനെയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഗണപതിനെയാണ് ഉണ്ടാക്കാൻ പോണേന്ന്. അപ്പോൾ നമുക്ക് നേരെ ഇതുപോലെ 2 ചെവികൾ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒരു ഗണപതിയുടെ ചെവി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഗണപതിക്ക് ഇതുപോലത്തെ ഷേപ്പുള്ള ചെവിയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇതുപോലൊരു ഫേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫേസിലുള്ള ഇതുപോലത്തെ വരയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കത്തിയോ ബ്ലേഡോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമുക്കിത് ഇതുപോലെ 2 കണ്ണുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പേനയുടെ ട്യൂബ് വെച്ചിട്ടാണ് 2 കണ്ണും ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. എന്നിട്ട് 2 ചെവി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് ഒരു 8 hours എങ്കിലും വെക്കണം, എന്നാലേ നന്നായിട്ട് ഡ്രൈ ആവുള്ളൂ. മൂക്കൊക്കെ ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കേണ്ട പ്രൊജക്റ്റ് നിൽക്കാൻ പാകത്തിന് വെള്ളം തൊട്ടിട്ട് എല്ലായിടത്തും ഒന്ന് സ്മൂത്തായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ക്ലേ വേറെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് മേലൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മളൊരു പേനയുടെ ട്യൂബ് എടുത്തിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഒരു ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വയറുമേ. അത് കഴിഞ്ഞ് നമുക്കൊരു പൂണൂലിൻ്റെ പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നൊന്ന് നേരെ നിവർത്തി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൈ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഒരു കൈ ഇങ്ങനെ നിവർന്നതും ഒരു കൈ ഇങ്ങനെ മലത്തി വെച്ചേക്കണായിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 കൈ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു കൈ ഇങ്ങനെ നിവർത്തി വെച്ചേക്കണായിട്ട് എടുക്കുന്നത്. അപ്പോൾ കൈ ഒന്ന് ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് വെള്ളം വെച്ച് സ്മൂത്ത് ചെയ്ത് ചെറിയ ഏതെങ്കിലും ടൂളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൈ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 കൈ നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഒരു കൈ ഇങ്ങനെ നിവർത്തിയും ഒരു കൈ ഇങ്ങനെ മലത്തി പിടിച്ച രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തേക്കണേ. 2 കാല് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കാലുമുള്ള തളയൊക്കെ ഉണ്ടാക്കി എടുത്തേക്കണേ. ചെറിയൊരു റോൾ പോലെ പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഗണപതിൻ്റെ മേത്തുള്ള ഡിസൈനൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2ാമത്തെ കൈ നമ്മൾ മലത്തി വെച്ചേക്കണ പോലെ ഉണ്ടാക്കി എടുത്തേക്കണേ. അതിനകത്ത് ചെറിയൊരു റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ലഡുവൊക്കെ വെക്കാൻ വേഗത്തിനാണ് വെച്ചേക്കണേ. നമ്മുടെ ചെവിയൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എടുത്തപ്പോൾ വന്നപ്പോൾ. അപ്പോൾ ഇത് ഫുൾ ഉണങ്ങണേക്കുമ്പോൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ചേഞ്ചസൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വെക്കാം. നമ്മുടെ കണ്ണൊന്ന് പോയത് ഞാൻ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ട്യൂബും കൊണ്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്കിത് ബ്ലാക്ക് പെയിൻ്റ് നിന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിരട്ടയമേക്കും ഈ 3 കളർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിരട്ടയുടെ മുകളിലേക്ക് നമ്മൾ റെഡ് കളർ ഒന്ന് ആദ്യം ഒട്ടിച്ചു കൊടുക്കുകയാണ്. അകത്ത് ഉൾഭാഗത്ത് ഒരു 3/4 ഭാഗത്തോളം അര ഭാഗത്തോളം നമ്മൾ ഇതുപോലെ നമ്മൾ റെഡ് കളർ അടിച്ചു കൊടുത്തിട്ട് പിന്നെ ഓറഞ്ച് കളർ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് ഏറ്റവും സെൻറ്ററിലായിട്ട് നമ്മൾ യെല്ലോ കളർ വെച്ചിട്ട് തുറന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഗണപതിനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു സംഭവം പറ്റിയത്, ഇത് ഞാൻ ഉണക്കാൻ വെച്ചിട്ട് ഞാൻ ബാൽക്കണിയിലാണ് വെച്ചത്. പിറ്റേ ദിവസം നോക്കിയപ്പോഴേക്കും നമ്മുടെ ഒരു പൂച്ച അത് നശിപ്പിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ മുകളിൽ ഒട്ടിച്ച ക്ലേ തിളക്കി പറിച്ച് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ഈ ഗണപതിക്കൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളറിലെ. അത് കഴിഞ്ഞ് നമ്മുടെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ക്ലേ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതേ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പാകത്തിനുള്ളൊരു സംഭവമാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത്. ഇതുപോലെ. പക്ഷേ ഇത് പിറ്റേ ദിവസം നോക്കിയപ്പോഴേക്കും അത് പൊട്ടി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാനിത് പെയിൻ്റ് അടിച്ച് ഇതുപോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഒരു ഹുക്കൊക്കെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായി. താഴെ ഞാൻ ഇതുപോലെ ഒരു ഡിസൈനും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മോൾ ഭാഗം മാത്രം ഇളകി പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാനത് വേറെ രീതിയിലാക്കിയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഷോർട്സിൽ ഇട്ടേക്കണേ. അപ്പോൾ അത് ഇതുപോലെ ഒരു മുകളിലൊരു കുളത്തൊക്കെ വെച്ചിട്ട് ഹാങ് ചെയ്യാൻ പാകത്തിലായിരുന്നു ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിരുന്നത്.
അപ്പോൾ ഞാൻ ഫുള്ള് ഇതുപോലെ ചെറുതായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ താഴെയുള്ള ഡിസൈനൊക്കെ ഇതുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. മുകളിൽ ചെയ്ത സാധനമൊക്കെ നമ്മൾ പോയി. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല സൂപ്പർ ക്യൂട്ടായിട്ടുള്ളൊരു ഡെക്കോറാണ്. നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇടാം. നമ്മുടെ പൂജാമുറിയിലൊക്കെ ഇങ്ങനെ അതുപോലെ തൂക്കിയിടാം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൂക്കിയിടാം. ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആക്കാനായിട്ട് എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗണപതിമേക്ക് ഒരു ഗോൾഡൻ കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. നിങ്ങൾക്ക് ഇനി കളർഫുള്ളായിട്ട് ഉള്ള ഗണപതിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഗോൾഡൻ കളർ വെച്ചിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ഗണപതിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് നടുക്കേക്ക് കുറച്ച് ഫെവിക്കോൾ ഒഴിച്ചിട്ട് ഗണപതിനെ ഇതിനകത്തേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം അതിൻ്റെ ഒന്ന് ചീത്തായി പോട്ടെ. അപ്പോൾ ഞാൻ താഴ്ഭാഗത്തുള്ള സംഭവം ഷോർട്ട് വീഡിയോയിൽ ഇട്ടേക്കണേ. ഇതിങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്കിത് ഹാങ് ചെയ്തിടായിരുന്നു ഇതിനകത്തേക്ക്. അപ്പോൾ നമുക്കിത് പൊട്ടിപ്പോത് കാണിച്ചു തരാം. ഇതുപോലെ കിടക്കുമായിരുന്നു. രാവിലെ ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ചീത്തായി പോയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വേറെ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാമെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ട് ഞാൻ ചെറിയ അടപ്പെടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബീഡ്സും മിററും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു ടേപ്പ് തീർന്നത് എടുത്തിട്ട് അതിലേക്ക് ലേസ് ഒന്ന് ചുറ്റി കൊടുത്തു. താഴ്ഭാഗത്ത് കണ്ട ഇതുപോലെ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ബീഡ്സൊക്കെ അതേ ചേട്ടയുടെ മോൾ ഭാഗത്ത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു. അതുകൊണ്ട് കുറച്ച് തീ അങ്ങോട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. തീ കത്തിച്ചിട്ട് നമ്മുടെ സാമ്പ്രാണത്തിൽ എടുത്തുകൊണ്ട് പോകാൻ കേട്ടോ. ഫൈനൽ ലുക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന് കേട്ടോ. പൂക്ക നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ കൂട്ടുകാരെ. അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ ബൈ.